ചെറുപുഴയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജേഷ് മരണപ്പെടാനിടയായ സാഹചര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശവശരീരത്തോട് അനാദരവ് കാട്ടി എന്ന നിലയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാജേഷിൻ്റെ ബോഡി കണ്ടെത്തിയ സമയം മുതൽ ആ ബോഡി പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ അയക്കുന്നത് വരെ മുഴുവൻ സമയവും ആ ബോഡിയുടെ കൂടെ ഉണ്ടായ ഒരാളാണ് ഞാൻ. പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി തിരുവനന്തപുരത്തേക്ക് അയക്കുമ്പോൾ ഫ്രീസറുള്ള ഒരു ആംബുലൻസ് വേണം എന്ന കാര്യം ബന്ധുക്കൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ, ബോഡി കണ്ടെത്തിയ സമയത്ത് തന്നെ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് ബോഡി തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് നമ്മൾ കണ്ണൂർ ജില്ല എന്ന നിലയിൽ ചെയ്യേണ്ടതുണ്ട് എന്നാവശ്യപ്പെടുകയും അതിനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് ജില്ലാ കളക്ടർ സമ്മതിക്കുകയും ചെയ്തതാണ്. ഈ ഫ്രീസറുള്ള ആംബുലൻസിൻ്റെ വിവരം പറഞ്ഞപ്പോഴും ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതാണ്, ഫ്രീസറുള്ള ഒരു ആംബുലൻസ് തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഉചിതം എന്ന് പറയുകയും ആ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ഏറ്റെടുത്തതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യാനുള്ള ശ്രമം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. മെഡിക്കൽ കോളേജിലെ ആംബുലൻസാണ് പിന്നീട് ഏർപ്പാടാക്കി വന്നത്. വരുമ്പോൾ അതിൽ ഫ്രീസർ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫ്രീസർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ആ സമയത്തത് ലഭ്യമാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തെ ജീവനക്കാർ ബോഡി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് 2 ലെയർ പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് പ്രയാസം വരില്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബോഡി അയക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കിയത്. ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്ത് നിന്നാണ് എന്നതിനെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടക്കുന്നതായി മനസ്സിലാക്കുകയാണ്. അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മരണപ്പെട്ട രാജേഷിൻ്റെ കുടുംബത്തിന് ഇതുമൂലം ഉണ്ടായിട്ടുള്ള പ്രയാസത്തിൽ MLA എന്ന നിലയിൽ ഞാനും പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പോരായ്മ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.